എല്ലാവർക്കും നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്കും അതുപോലെ തന്നെ ഓപ്ഷൻ ട്രേഡിംഗ് ലേണിംഗ് സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എൻട്രി എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന് ശേഷം നമുക്ക് സ്ട്രൈക്ക് എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. വളരെ ഷോർട്ടായിട്ടാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെ മതി. എന്നാൽ സ്വയം ചാർട്ടിൽ പോയിട്ട് അതൊന്ന് കണ്ടെത്താൻ ശ്രമിച്ചാൽ മതി. വളരെ എളുപ്പമാണ്. ഓക്കെ, നമ്മൾ മാർക്കറ്റിനെ വളരെ എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. ഈ ഓപ്ഷൻസ് എന്നത്, ഓപ്ഷൻസ് എന്നല്ല, ഈ ചാർട്ട് എന്നത്, ഞാൻ ചാർട്ടാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് മാർക്കറ്റിൽ കയറിയിട്ടാണെങ്കിലും ട്രേഡ് എടുക്കാം. അതിപ്പോൾ ക്രിപ്റ്റോ ആയാലും ഫോറക്സ് ആയാലും ഓപ്ഷൻസ് ആയാലും ഇക്വിറ്റി ആയാലും കമ്മോഡിറ്റി ആയാലും ഏത് മാർക്കറ്റിൽ കയറിയാലും ഇങ്ങനെ തന്നെയായിരിക്കും പ്രൈസ് മൂവ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ. ഡയറക്ഷൻ എങ്ങനെ മനസ്സിലാക്കാം, ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കുക, ഡയറക്ഷൻ മനസ്സിലാക്കി ഇപ്പോൾ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ എൻട്രി എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ എടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ ആദ്യം ഒന്ന് പഠിക്കാം. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. എന്നാലേ, അതായത് ട്രെൻഡ് കണ്ടിന്യൂവേഷനും അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സലൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ എൻട്രി പഠിച്ചിട്ട് കാര്യമുള്ളൂ. നമുക്ക് 3 തരത്തിലാണ് എൻട്രി പഠിക്കേണ്ടത്. 3 തരത്തിലുള്ള എൻട്രീസേ ഉള്ളൂ. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഡൗൺ ട്രെൻഡ് വരിക. നിങ്ങൾ ചാർട്ട് എടുത്ത് നോക്കിയാൽ മതി, ഇങ്ങനെ തന്നെയായിരിക്കും എപ്പോഴും ഡൗൺ ട്രെൻഡ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇതിൽ എവിടെ നിന്നാണ് നമ്മുടെ എൻട്രി വരിക എന്നും ഫസ്റ്റ് ടാർഗറ്റ് എവിടെയായിരിക്കും നമ്മൾ പറഞ്ഞു അല്ലെ. ഫസ്റ്റ് ടാർഗറ്റ് എവിടെയായിരിക്കും? ഇപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള ഓരോ പോയിന്റ്സ് ആണ് ഡൗൺ ട്രെൻഡിൽ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് അല്ലെ. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ, ഒരു ട്രെൻഡ് ഇങ്ങനെ ഡൗൺ ട്രെൻഡ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാൻ ആ ഒരു ട്രെൻഡില് ആ ട്രെൻഡിന്റെ കൂടെ ചേർന്ന് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ എൻട്രി ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഒന്ന് താഴോട്ട് വന്നിട്ട് പിന്നൊന്ന് മുകളിലോട്ട് കയറുമ്പോഴായിരിക്കും നമ്മുടെ എൻട്രി. അപ്പൊ ഈ കയറുന്നത് എങ്ങോട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ നമ്മൾ പഠിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ടേം പഠിക്കാനുണ്ട്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയും. ഇതാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ്, BOS. ഇപ്പോൾ SMCO ഇല്ലെങ്കിൽ ICTO ഇല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ഒക്കെ മുൻപ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു വേർഡൊക്കെ പരിചയമുള്ളതായിരിക്കും. ഈ ഒരു ടേം BOS, COCH ഇതൊക്കെ പരിചയമുള്ളതായിരിക്കും അല്ലേ. BOS ആണ് നമുക്ക് ആവശ്യം. അപ്പൊ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ പ്രൈസ് ഇങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുൻപുണ്ടാക്കിയ ലോയിനെ ഒരു ഇൻട്രാഡേ ട്രേഡർ ട്രേഡ് ചെയ്യേണ്ടത് 15 മിനിറ്റിലാണ്. ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ഓക്കെയാണ്. അതിന്റെ മുകളിലോട്ട് ഇപ്പോൾ 1 അവറിലൊക്കെ ട്രേഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ട്രേഡ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് വീക്ക്ലിയിൽ ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ ഒരു 3-4 എൻട്രീസ് ഒക്കെ വരുള്ളൂ. അതേസമയം 15 മിനിറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു 4-5 എൻട്രീസ് ഒക്കെ അത്യാവശ്യം ട്രെൻഡ് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ ഇതിൽ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ എൻട്രി എന്ന് പറയുമ്പോൾ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എപ്പോഴും തൊട്ട് മുൻപുണ്ടാക്കിയ ലോയിനെ ബ്രേക്ക് ചെയ്ത് പുതിയ ലോ വരും അല്ലെ. പുതിയ ലോ അവിടെ ഉണ്ടാവും. ഇവിടെ നമുക്ക് 3 രീതിക്കാണ് എൻട്രീസ് വരിക. എപ്പോഴും 3 രീതിക്കാണ് എൻട്രി ഉണ്ടാവുക. ഒന്നുകിൽ ഇതാണല്ലോ നമ്മുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, തൊട്ട് മുൻപുണ്ടാക്കിയ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു നമ്മൾ എങ്ങനെ കൺഫേം ചെയ്യാം? ഒരു 5 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ BOS, അതായത് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ അതിനടുത്ത് വെച്ചിട്ട് അവിടുന്ന് റിവേഴ്സ് ആയി പോവാം. റിവേഴ്സൽ എങ്ങനെ എടുക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിന്ന് കൺഫർമേഷൻ, അതായത് റിജക്ഷൻ ക്യാൻഡലിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ അതിനു മുൻപ് ഈ 3 എൻട്രീസ് ഒന്ന് കൺഫേം ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു എൻട്രി ആണ് ടൈപ്പ് 1 എൻട്രി എന്ന് പറയുന്നത്. അതായത് BOSന്റെ അടുത്ത് വെച്ച് റിവേഴ്സ് ആവുന്നത്, പിന്നൊന്ന് BOSൽ ടച്ച് ആയിട്ട് റിവേഴ്സ് ആവുന്നത്, പിന്നെ മൂന്നാമത്തെ എൻട്രി എന്ന് പറയുന്നത് BOSന്റെ
അകത്ത് കയറിയിട്ട്, അതായത് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ കയറി റിവേഴ്സ് ആവുന്നത്. പക്ഷെ ഇത് മുകളിൽ കയറി റിവേഴ്സ് ആവുന്നതിന് ഒരു പരിധിയുണ്ട്. ഏതാണ് ആ പരിധി? തൊട്ട് മുൻപുണ്ടാക്കിയ റിജക്ഷന് മുകളിൽ കയറാൻ പറ്റില്ല, ബ്രേക്ക് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് ബ്രേക്ക് ഓഫ് പ്രഷർ സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ക്യാരക്ടർ ആണ് ചേഞ്ച് ആവുക, മീൻസ് ട്രെൻഡ് റിവേഴ്സൽ ആവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഡൗ തിയറി. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോ കാണാം. തൊട്ട് മുൻപുണ്ടാക്കിയ ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കും. അങ്ങനെ റിവേഴ്സൽ കൺഫർമേഷൻ ആവാതെ ഈ ഒരു റിജക്ഷന്റെയും അതുപോലെ തന്നെ BOSന്റെയും ഉള്ളിൽ നിന്നും ഇത്രയും ഭാഗത്തിൽ നിന്നും റിവേഴ്സ് ആവുന്നതിനെയാണ് ടൈപ്പ് 3 എൻട്രി ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുക. അപ്പോൾ ഇവിടെയാണ് നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുള്ളത്. റിജക്ഷൻ ക്യാൻഡിൽ. ഇതാണ് റിജക്ഷൻ ക്യാൻഡിൽസ്. നമുക്ക് താഴോട്ട്, അതായത് ഇങ്ങനെ ഡൗൺ ട്രെൻഡ് പോകുന്ന സമയത്ത് താഴോട്ട് ട്രേഡ് എടുക്കുമ്പോൾ ഈ BOSന്റെ അടുത്ത് വെച്ച്, അല്ലെങ്കിൽ BOSൽ ടച്ചായി, അല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ട് സോൺ ഇതിന്റെ ഉള്ളിൽ കയറി, എന്നാൽ തൊട്ട് മുൻപുണ്ടാക്കിയ ഹൈ, അവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതായത് ഇതേപോലെ മുകളിൽ ഷാഡോ അഥവാ വിക്ക്, ഇങ്ങനെയൊരു വിക്ക് ഉണ്ടാവും. ഇത് പ്രൈസ് സഞ്ചരിച്ച, പ്രൈസ് ഇവിടം വരെ പോയിട്ട് ഇവിടെ വന്ന് ക്ലോസ് ആയതാണ്. അതിനർത്ഥം മുകളിൽ സെല്ലേഴ്സ് ഉണ്ട്. മുകളിൽ സെല്ലേഴ്സ് ഉള്ളത് കൊണ്ടാണ് പ്രൈസ് മുകളിലോട്ട് കയറിയ സമയത്ത് അവിടെ നിന്ന് റിജക്റ്റ് ആയത്. അവിടെ നിന്ന് സെല്ലിംഗ് പ്രഷർ വന്നപ്പോൾ പ്രൈസ് ഇവിടെ വന്ന് ക്ലോസ് ആയതാണ്. ഇവിടെ വന്നിട്ട് ഇങ്ങനെ ക്ലോസ് ആയതാണ്. ഈ ക്യാൻഡിലിന് കളർ പ്രാധാന്യം ഇല്ല. ഇത് പച്ച ആയിക്കോട്ടെ ചുമപ്പായിക്കോട്ടെ, കളറിന് പ്രാധാന്യമില്ല. നമുക്ക് താഴോട്ട് ഒരു ട്രേഡ് എടുക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഈ ഒരു BOSന്റെ അടുത്ത് വെച്ചോ, ഇല്ലെങ്കിൽ BOSൽ ടച്ച് ആയിട്ടോ, ഇല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ട് സോൺ, എന്നാൽ തൊട്ട് മുൻപ് കിട്ടിയ റിജക്ഷൻ, ഒരു 5 മിനിറ്റിന്റെ 15 മിനിറ്റിന്റെ ഒക്കെ റിജക്ഷൻ ആയിരിക്കും ഈ ഒരു പോയിന്റിൽ വന്നിട്ടുണ്ടാവുക മിക്ക സമയങ്ങളിലും. ആ ഒരു റിജക്ഷനെ ബ്രേക്ക് ചെയ്യാതെ ഇങ്ങനെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാൻ പറ്റും. ഈ ഒരു 3 തരം എൻട്രീസ് നമുക്കുള്ളൂ. ഈ ഒരു 3 തരത്തിലായിരിക്കും എപ്പോഴും എൻട്രീസ് വരിക. ഓക്കെ, ഈ പോയിന്റിന്നോ ഇതിൽ എവിടെന്നെങ്കിലും, ഇത്രയും പോയിന്റുകളിൽ എവിടെന്നെങ്കിലും ഒരു റിജക്ഷൻ ക്യാൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത്, പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നു അല്ലെ, താഴോട്ട് വന്നിട്ട് ഒന്ന് മുകളിലോട്ട് കയറിയതാണ്. അപ്പൊ അതൊരു ലോ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ലോവർ ലോ. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ലോവർ ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും പുതിയ ലോവർ ലോ വരിക. അങ്ങനെയാണെങ്കിൽ ഈ തൊട്ട് മുൻപുണ്ടായ ലോ ഫസ്റ്റ് ടാർഗറ്റ് ആക്കി വെക്കുകയാണെങ്കിൽ അത് ഷുവർ ഷോർട്ടാണ്, അത് കിട്ടിയിരിക്കും. ട്രെൻഡ് കണ്ടിന്യൂവേഷനിൽ അത് ഉറപ്പായിട്ടും നമുക്ക് കിട്ടിയിരിക്കും. ക്ലിയർ ആയില്ലേ? അപ്പോൾ താഴോട്ട് ട്രേഡ് എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരണം. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? സെല്ലിംഗ് പ്രഷർ ആണ്, സെല്ലേഴ്സിന്റെ സാന്നിധ്യമാണ്. അത് ക്യാൻഡിൽസ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ക്യാൻഡിലിനെ റീഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ഏതൊരു ടൈം ഫ്രെയിമിലെ ക്യാൻഡിലും എടുത്തോ, അതിൽ ബയേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൂടുതൽ ഉള്ളതെന്ന് അറിയാൻ ഭയങ്കര എളുപ്പമാണ്. ആ ക്യാൻഡിലിന്റെ ഹൈ തൊട്ട് ക്ലോസിങ് വരെ സെല്ലേഴ്സും, അതുപോലെ മറ്റൊരു ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ അത് ഉണ്ടാക്കിയ ലോ തൊട്ട് ക്ലോസിങ് വരെ ബയേഴ്സും ആണ്. ഓക്കെ, ഏതൊരു ക്യാൻഡിൽ എടുത്തോ ആ ക്യാൻഡിലിന്റെ ഹൈ തൊട്ട് ക്ലോസിങ് വരെ സെല്ലേഴ്സും, ലോ തൊട്ട് ക്ലോസിങ് വരെ ബയേഴ്സും ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എടുക്കുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് സെല്ലേഴ്സ് ആണ് അല്ലെ, ഇത് കംപ്ലീറ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ആയിട്ടാണ് വരിക. കാരണം ഹൈ തൊട്ട് ക്ലോസിംഗ് എന്ന് പറയുമ്പോൾ ഇവിടം വരെ ഇത് കംപ്ലീറ്റ് സെല്ലിംഗ് ആണ്. ഇവിടെയോ സെല്ലിംഗ് എത്രയുണ്ട്, ബൈയിങ് എത്രയുണ്ട്? ഇത്രയും ഭാഗം, അതായത് ലോ തൊട്ട് ക്ലോസിംഗ് വരെ ബയേഴ്സും ബാക്കിയുള്ളത് സെല്ലേഴ്സും, ഉണ്ടാക്കിയ ഉയരം തൊട്ട് ക്ലോസിംഗ് വരെ സെല്ലേഴ്സും. ഇത്രയും ഭാഗമാണ് ഇവിടെ സെല്ലേഴ്സ്. അപ്പോൾ അവിടെ ഭൂരിഭാഗം ബയേഴ്സിനാണ്. അപ്പൊ നമുക്ക് ഈ ക്യാൻഡിൽ എവിടെ വരണം എന്നുള്ളത് ഞാൻ പറയാം. ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നീട് സെല്ലിങ് നടക്കാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തരുന്ന ഡിക്ലൈനിൽ എൻട്രി എടുക്കുകയാണെങ്കിൽ അത് എവിടെയാണ് ഒരു ഡിസ്കൗണ്ട് തരുന്നത്? ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഒരു
ഒന്നുകിൽ ഈ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകിൽ BOSന്റെ അടുത്ത് വെച്ച്, അല്ലെങ്കിൽ BOSൽ ടച്ച് ആയി, അല്ലെങ്കിൽ BOSന്റെ ഉള്ളിൽ കയറി, എന്നാൽ തൊട്ട് മുൻപുള്ള റിജക്ഷനെ ബ്രേക്ക് ചെയ്യാതെ ഇങ്ങനെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഇപ്പോ മുകളിലോട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് ട്രെൻഡ് അപ്വേർഡ് ആണെങ്കിൽ, ട്രെൻഡ് ഇങ്ങനെ മുകളിലോട്ടാണ് പോകുന്നതെങ്കിലോ, ഒരു അപ്വേർഡ് ട്രെൻഡ് ആണ്, നമുക്ക് 15 മിനിറ്റ് 5 മിനിറ്റ് ടൈം ഫ്രെയിം വെക്കുമ്പോൾ ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ, തൊട്ടു മുൻപുണ്ടാക്കിയ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റോ 15 മിനിറ്റോ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് തരുന്ന ഡിക്ലൈനിൽ നമുക്ക് എൻട്രി എടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയി കഴിഞ്ഞാൽ, അതിപ്പോ ഡൗൺവേർഡ്സ് വരുമ്പോഴായിക്കോട്ടെ, ട്രെൻഡ് ഡൗൺവേർഡ് ആണെങ്കിലും നമ്മൾ എൻട്രി എടുക്കുന്നത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലായിരിക്കും. അതായത് ഇപ്പോ പ്രൈസ് മുകളിലോട്ട് കയറി, ട്രെൻഡ് കണ്ടിന്യൂഷനിൽ എന്തായാലും തൊട്ട് മുൻപുണ്ടാക്കിയ ഹൈനെ ബ്രേക്ക് ചെയ്യും അല്ലേ, എന്നിട്ടാണ് പുതിയ ഹൈ ഒരു ഉയരം ഉണ്ടാക്കുക. അപ്പൊ പിന്നീട് അതൊരു ഡിസ്കൗണ്ട് വരും. അതും എങ്ങനെയാണ്, ഒന്നുകിൽ ബ്രേക്ക് ഓഫ് സെക്ഷന്റെ അടുത്ത് വെച്ച്, അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സെക്ഷനിൽ തട്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സെക്ഷന്റെ ഉള്ളിൽ കയറിയിട്ട്, എന്നാൽ തൊട്ട് മുൻപുണ്ടാക്കിയ റിജക്ഷൻ താഴോട്ട് വരാൻ പാടില്ല. അങ്ങനെ ഒരു റിവേഴ്സൽ തരുവാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ റിവേഴ്സൽ തരുന്ന ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ക്യാൻഡിൽ ആയിരിക്കും, റിജക്ഷൻ ക്യാൻഡിൽ. താഴെ ഷാഡോ ഉള്ള ക്യാൻഡിൽ എവിടെ നിന്ന് വരുന്നോ, ഇത്രയും പോയിന്റുകളിൽ ഇവിടെ വെച്ചോ, ഇല്ലെങ്കിൽ ഇവിടെ വെച്ചോ, ഇവിടെ വെച്ചോ, എവിടെ നിന്ന് വരുന്നോ അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഈ ക്യാൻഡിൽസ് വരുന്നത് നമ്മൾ 1 മിനിറ്റിലായിരിക്കും വാച്ച് ചെയ്യാം. ഈ ഒരു കൺഫർമേഷൻ ഒക്കെ 5 മിനിറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 15 മിനിറ്റിൽ ചെയ്തു കഴിഞ്ഞാൽ, ഡിക്ലൈൻ എൻട്രി എടുക്കുന്ന സമയത്ത് താഴോട്ട് ഡിസ്കൗണ്ടിക്ക് വരുമ്പോൾ നമ്മൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കുക. ഓക്കെ, 1 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കുക. 1 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കി കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് എൻട്രി എടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമുക്ക് എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് വളരെ ചെറിയ സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഒരു ഡിസ്കൗണ്ട്, ഇത് ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ തൊട്ട് മുൻപുണ്ടാക്കിയ ഹൈക്ക് മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റോ 15 മിനിറ്റോ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നീട് ഒന്ന് മുകളിലോട്ട്, ചിലപ്പോൾ കുറച്ചൊന്ന് മുകളിലോട്ട് കയറും, ചിലപ്പോൾ മുകളിലോട്ട് അധികം കയറാതെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ പയ്യെ താഴോട്ട് വരും. അപ്പൊ താഴോട്ട് വരുമ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോയിന്റുകളിൽ നിന്നും എവിടെ നിന്നാണോ ഒരു 1 മിനിറ്റ് ക്യാൻഡിൽ ഇങ്ങനെ ഫോം ആവുന്നത്, ആ ഫോം ആയതിനു ശേഷം എൻട്രി എടുക്കുക. ആ സെയിം 1 മിനിറ്റ് ക്യാൻഡിലിന്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും തൊട്ട് മുൻപുണ്ടാക്കിയ ഹൈ ആണ്. എന്തുകൊണ്ടാണ്, ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഉറപ്പായും തൊട്ട് മുൻപുണ്ടാക്കിയ ഹൈനെ ബ്രേക്ക് ചെയ്യും. അപ്പോ ആ ഒരു ടാർഗറ്റ് ഷുവർ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, നമുക്ക് ഇത്ര പോയിന്റ് കിട്ടിയാലേ നമ്മൾ ഇറങ്ങൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പാടില്ല. മാർക്കറ്റ് പ്രൈസ് നമുക്ക് എന്താണോ തരുന്നത് അതേ നമുക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. നമുക്ക് ആവശ്യാനുസരണം അല്ല മാർക്കറ്റ് തരിക. മാർക്കറ്റ് തരുന്നത് എടുക്കുക, എക്സിറ്റ് ആവുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ ക്യാൻഡിൽസ് ഏതൊക്കെ ക്യാൻഡിൽ വരണം എന്ന് നമ്മൾ പഠിച്ചു, എൻട്രി ടൈപ്സും പഠിച്ചു, 3 തരം എൻട്രീസ് അല്ലെ. ഇതിന് ഞാനൊരു എക്സാമ്പിൾ, ഞാൻ ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഉണ്ടായ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു നിഫ്റ്റിയുടെ ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞു എല്ലാ ടൈം ഫ്രെയിമിലും നമുക്ക് ഈ ഹയർ ഹൈ ഹയർ ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ എന്ന് പറഞ്ഞ് പോകുന്നത് കാണാൻ പറ്റും. അപ് ട്രെൻഡ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഇത് കണ്ടോ, ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ, ലോവർ ലോ ലോവർ ഹൈ, ഇതിങ്ങനെ വന്നത് കണ്ടോ. അപ്പോൾ അപ് ട്രെൻഡിൽ പ്രൈസ് എങ്ങനെ പോവും, അപ് ട്രെൻഡ് ആണെങ്കിൽ പ്രൈസ് ഇങ്ങനെയാണ്, ഇങ്ങനെയായിരിക്കും പ്രൈസ് പോവുക. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, തൊട്ട് മുൻപുണ്ടാക്കിയ ലോയിനെ എവിടെയും ബ്രേക്ക് ചെയ്യുന്നില്ല അല്ലെ. ഈ ലോയിനെ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല, ഈ ലോയിനെ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല, ഈ ലോയിനെ ഈ ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. അതായത് തൊട്ട് മുൻപുണ്ടാക്കിയ ലോയിനെ പിന്നീട് വരുന്ന ലോ ബ്രേക്ക് ചെയ്യുന്നില്ല. ബ്രേക്ക് ചെയ്താൽ അവിടെ ട്രെൻഡ് റിവേഴ്സൽ ആണ് സംഭവിക്കുക.
ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇവിടുന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. പ്രൈസ് മുകളിലോട്ട് ഇങ്ങനെ കയറി, ഒന്ന് താഴോട്ട് വന്നു, എന്നിട്ടൊന്ന് മുകളിലോട്ട് കയറി, താഴോട്ട് വന്നു, മുകളിലോട്ട് കയറി, താഴോട്ട് വന്നു, പിന്നെയും മുകളിലോട്ട് കയറി, താഴോട്ട് വന്നു, മുകളിലോട്ട് കയറി. ഇവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചേഴ്സ് മാർക്ക് ചെയ്യാം. അതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇത് വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ? എങ്ങനെ ഇത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആവുക? ഈ ഹൈനെ പിന്നീട് വന്ന ഹൈ ബ്രേക്ക് ചെയ്തു, അവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടായി. പിന്നീട് തരുന്ന ഡിക്ലൈൻ നോക്കിയേ, ബ്രേക്കായി ഒരു ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നു. ഇത് നമ്മുടെ എന്ത് എൻട്രി ആയിട്ട് വരും? ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ അടുത്ത് വന്ന് റിവേഴ്സ് ആയാൽ അത് ടൈപ്പ് 1 എൻട്രി. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ ടച്ച് ആയിട്ട്, ഇത് ഷാർപ്പ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ ടച്ച് ആയി റിവേഴ്സ് ആയതാണല്ലേ. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ ടച്ച് ആയിട്ട് റിവേഴ്സ് ആയാൽ അത് ടൈപ്പ് 2 എൻട്രി, ടൈപ്പ് 1 എൻട്രി. അപ്പോൾ ഇതിങ്ങനെ, സോറി, ഇത് ടൈപ്പ് 1 എൻട്രി അല്ല, ഇത് ടൈപ്പ് 1 എൻട്രി, ടൈപ്പ് 2 എൻട്രി, പിന്നീട് ഇത് ടൈപ്പ് 3 എൻട്രി. എങ്ങനെ? ഇതാണ് നമ്മുടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഡിസ്കൗണ്ട് തരുമ്പോൾ എൻട്രി. അങ്ങനെയാണെങ്കിൽ ഇത് ടൈപ്പ് 3 എൻട്രി ആയിട്ട് വരും. ഇതാണ് നമ്മുടെ BOS അല്ലെ? ഈ BOS ആണ്. ഈ BOS എങ്ങനെയാ വന്നത്? പിന്നീട് വന്ന ഹൈ ഇതിനെ ബ്രേക്ക് ചെയ്തു അല്ലെ? ഇതിങ്ങനെ ഹൈ ഉണ്ടാക്കി, പിന്നീട് ഒരു ഹയർ ലോ ഉണ്ടാക്കി, പിന്നെ ഹയർ ഹൈ, ഹയർ ലോ. ഹയർ ലോ എവിടെ വന്നത്? തൊട്ടു മുൻപുണ്ടാക്കിയ റിജക്ഷന് താഴോട്ട് വരാതെ ഡിസ്കൗണ്ടിൽ നിന്നും റിജക്ഷൻ ക്യാൻഡിൽസ് വന്ന് മുകളിലോട്ട് കയറിപ്പോയി. അപ്പോൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് എൻട്രി എടുക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടുന്ന് നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് മുകളിലോട്ട് കിട്ടി. ടൈപ്പ് 1 എൻട്രി പ്രകാരം എൻട്രി എടുക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഭാഗം പോയില്ല. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റിക്ക് പിന്നെ ഇത്ര ദൂരം ഉള്ളൂ. ഇത്രയും ഭാഗം പോയി കിട്ടി. മാത്രമല്ല ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യണം. ആ ഒരു റിജക്ഷന് താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യണം. ഇത് തന്നെ 1 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കിയാലോ? ഇത്രയും ഭാഗം തന്നെ 1 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണും? താഴെ ഷാഡോയുള്ള, മുകളിൽ ചെറിയൊരു ബോഡിയുള്ള അങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എൻട്രി എടുക്കാം. അതിന് താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് തൊട്ട് മുൻപുണ്ടാക്കിയ ഹൈ. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയില്ലേ? ഇവിടെ ഓരോ ലോയിലും നമുക്ക് പിന്നീട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വീണ്ടും തന്നു, താഴോട്ട് വന്നു. താഴോട്ട് വന്ന് ഡിസ്കൗണ്ടിൽ ഏത് ക്യാൻഡിലാണ് വന്നത്? 1 മിനിറ്റിൽ റിജക്ഷൻ ക്യാൻഡിൽ. പ്രൈസ് വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നു, താഴോട്ട് വന്നു. താഴോട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് ക്യാൻഡിലാണ് കിട്ടിയത്? റിജക്ഷൻ ക്യാൻഡിൽ. വീണ്ടും പ്രൈസ് മുകളിലോട്ട് കയറി താഴോട്ട് വന്നു. ഇവിടെ എല്ലാം റിജക്ഷൻ. കണ്ടോ റിജക്ഷൻസ് വന്നത്? ഓരോ പോയിന്റിലും നമുക്കിങ്ങനെ റിജക്ഷൻ ക്യാൻഡിലുകൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോ ഹയർ ലോയിലും റിജക്ഷൻ കിട്ടും. അപ്പോൾ അത് ഏത് പോയിന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്നു എന്ന് നോക്കുക. ഒന്നുകിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ അടുത്ത് വെച്ച്, അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ ടച്ച് ആയിട്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്നാൽ തൊട്ട് മുൻപുള്ള ഹയർ ലോയിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, തൊട്ട് മുൻപുണ്ടാക്കിയ ഹയർ ലോയിനെ ബ്രേക്ക് ചെയ്യാതെ മുകളിലോട്ട് സൂചിപ്പിച്ചാൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് തൊട്ട് മുൻപുണ്ടാക്കിയ ഹൈ ആണ്. ഇത് അപ് ട്രെൻഡിൽ, ഇത് തന്നെ ഡൗൺ ട്രെൻഡിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതില് ലെവൽസ് എങ്ങനെ മാർക്ക് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്യുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഈ ഒരു അപ് ട്രെൻഡിൽ എനിക്ക് ഇന്നത്തെ മാർക്കറ്റിൽ കണ്ടതുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് എക്സാമ്പിൾ കാണിക്കാൻ പറ്റി.
ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. ഇത് കണ്ടോ, അപ് ട്രെൻഡ് പോകുന്നത് എങ്ങനെയാന്ന്, അപ് ട്രെൻഡ് പോകുന്നത് എങ്ങനെയാണെന്നും ഡൗൺ ട്രെൻഡ് വരുന്നത് എങ്ങനെയാണെന്നും ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കലും ഇപ്പൊ ഈ വീഡിയോ കണ്ടതിന്റെ ബലത്തിൽ പോയിട്ട് ഡയറക്റ്റ് ട്രേഡ് എടുക്കാതെ ഒന്ന് ചാർട്ടിൽ വെച്ച് നോക്കുക. നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് പേപ്പർ ട്രേഡ് ചെയ്യുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യാം, റിയൽ മണി വെച്ചിട്ട് ബ്രോക്കറിൽ കയറി ചെയ്യാൻ മുതിർന്നാൽ മതി. ഓക്കെ. പിന്നെ ഓൾറെഡി ഓപ്ഷൻസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 1-2 പ്രാവശ്യം പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിയൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. കണ്ടോ, തൊട്ട് മുൻപിൽ ഉണ്ടാക്കിയ ഹയർ ലോനെ ബ്രേക്ക് ചെയ്തു താഴോട്ട് വന്നു. പിന്നീട് തരുന്ന ഒരു ഡിസ്കൗണ്ട് ഏരിയ നമുക്ക് എൻട്രി എടുക്കാം. ഇവിടെ ഓരോ ഡിസ്കൗണ്ട് ഏരിയയും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. തൊട്ട് മുൻപുണ്ടാക്കിയ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ട്രെൻഡ് കണ്ടിന്യൂഷനിൽ താഴോട്ട് വരുമ്പോൾ, അപ്പോൾ തൊട്ട് മുൻപുണ്ടാക്കിയ ലോയിനെ ഫസ്റ്റ് ടാർഗറ്റ് ആക്കി വെക്കുകയാണെങ്കിലോ താഴോട്ട് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഷോർ ഷോർട്ടാണ് അതൊക്കെ, അല്ലേ? ഇവിടെ എല്ലാം ഷോർ ഷോർട്ടാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ ഹൈ എടുത്താലോ, ഹൈ എടുത്തു കഴിഞ്ഞാൽ തൊട്ട് മുൻപുണ്ടാക്കിയ ഹൈനെ അത് പിന്നീട് വരുന്ന ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഷോർ ഷോർട്ടാണ്. ഇവിടെയാണെങ്കിലും ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു 2 ടോപ്പ് കാണാൻ പറ്റും ഒരേ ലെവലിൽ വന്നിട്ടുള്ളത്. ഇതൊരു ഡിസ്കൗണ്ട് ഏരിയ ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കുന്നത് എപ്പോഴും ഈ ഹൈ ആയിരിക്കും. അത് കിട്ടിയിട്ടുണ്ട് അല്ലേ, കിട്ടിയിട്ടാണ് പിന്നീടാണ് താഴോട്ട് വന്നിട്ടുള്ളത്. അഥവാ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സലായിരിക്കും. കാരണം എന്താണ്, നമ്മളെപ്പോഴും ഈ ഒരു പോയിന്റിന് എൻട്രി എടുത്ത് ഇതിന് മുകളിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. സപ്പോസ് മാർക്കറ്റ് ഇതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സലായി, പിന്നീട് അപ് ട്രെൻഡ് പോകും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നിങ്ങൾ ഇത് ചാർട്ടിൽ പോയിട്ടൊന്ന് പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രം റിയൽ മണി വെച്ചിട്ട് ചെയ്യാനൊക്കെ മുതിർന്നാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ലെവൽ മാർക്കിങ്ങും സ്ട്രൈക്ക് ചൂസിങ്ങും കൂടി ഇനി ബാക്കിയുള്ളൂ. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഇതേ രീതിക്ക് തന്നെയാണ് ട്രെൻഡ് റിവേഴ്സൽ എടുക്കുക. ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെയാന്ന് പറഞ്ഞു അല്ലേ? 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ തൊട്ട് മുൻപ് ഉണ്ടാക്കിയ ഹൈക്ക് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് അതൊരു ഡിസ്കൗണ്ട് വരും. അവിടെ നിന്ന് എൻട്രി. ഡിസ്കൗണ്ട് എവിടെയായിരിക്കും? ആ റിജക്ഷന്റെ ലെവൽ അങ്ങ് മാർക്ക് ചെയ്യുക. ഒന്നുകിൽ ആ റിജക്ഷന്റെ അടുത്ത് വന്നിട്ട് മുകളിലോട്ട് കയറിയിട്ട് ആ റിജക്ഷന്റെ അടുത്ത് വന്ന് റിവേഴ്സൽ ആവും, അല്ലെങ്കിൽ ആ റിജക്ഷനിൽ തട്ടിയിട്ട് റിവേഴ്സൽ ആവും. അതായത് ഇവിടെ 15 മിനിറ്റിൽ ഇതൊരു റിജക്ഷൻ ആണ്. ഇതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് അതൊരു ഡിസ്കൗണ്ട് വരും. ആ ഡിസ്കൗണ്ടിലാണ് നമ്മുടെ എൻട്രി. അവിടെയും ഈ സെയിം 3 എൻട്രീസ് തന്നെ ഉള്ളൂ. ഒന്നുകിൽ അതിന്റെ അടുത്ത് വന്നിട്ട്, അല്ലെങ്കിൽ അതിൽ ടച്ച് ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ താഴെ വന്നിട്ട്. എന്നാൽ തൊട്ട് മുൻപ് കിട്ടിയ ഒരു 15 മിനിറ്റ് റിജക്ഷന്റെ താഴോട്ട് പോകാൻ പറ്റില്ല. തൊട്ട് മുൻപ് കിട്ടിയ 15 മിനിറ്റ് റിജക്ഷൻ എന്ന് പറയുമ്പോൾ 15 മിനിറ്റ് ആക്കി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിജക്ഷൻ ക്യാൻഡിൽ. ഇതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ 5 മിനിറ്റ് ക്യാൻഡിലോ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നീട് ഒരു ഡിസ്കൗണ്ട് വരും. ഒന്നുകിൽ ഇതിന്റെ അടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതിൽ ടച്ച് ആയിട്ട്, ഇല്ലെങ്കിൽ ഇതിന്റെ താഴോട്ട് വരാം. പക്ഷെ തൊട്ട് മുൻപ് ഉണ്ടാക്കിയ 15 മിനിറ്റ് റിജക്ഷന് താഴോട്ട് പോകാൻ പാടില്ല. അതായത് തൊട്ട് മുൻപ് കിട്ടിയ 15 മിനിറ്റ് റിജക്ഷൻ ഇതാണ്. ഇതിന് താഴോട്ട് പോകാൻ പാടില്ല. ഇതിന് താഴോട്ട് പോവാതെ ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽസ് മുകളിലോട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ മുകളിലോട്ട് എൻട്രി എടുക്കാം. അപ്പൊ നമ്മുടെ ആദ്യ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ആ ഒരു തൊട്ട് മുൻപത്തെ ഹൈ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് ട്രെൻഡ് റിവേഴ്സൽസ് എടുക്കുക. അപ്പൊ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ എങ്ങനെയാന്ന് മനസ്സിലായി, ട്രെൻഡ് റിവേഴ്സൽ എങ്ങനെയാന്ന് മനസ്സിലായി. മാർക്കറ്റിൽ ഈ 2 ട്രെൻഡിലുള്ളൂ. പിന്നെയുള്ളത് കൺസോൾട്ടേഷൻ ആണ്. കൺസോൾട്ടേഷനിൽ എൻട്രി എടുക്കാതിരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. സ്ട്രൈക്ക് ചൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലെവൽസ് മാർക്ക് ചെയ്യുന്നതും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം കേട്ടോ. അപ്പോ നിങ്ങൾക്ക് എളുപ്പം കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു 1-2 പ്രാവശ്യം കൂടി വീഡിയോ വാച്ച് ചെയ്യുക. ശേഷം ചാർട്ടിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം ലൈവ് മാർക്കറ്റിൽ ഫോർവേഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം വിചാരിച്ചതുപോലെ അത് നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രം പേപ്പർ ട്രേഡ് ചെയ്യാം. പേപ്പർ ട്രേഡിലും കറക്റ്റ് ആയി കഴിഞ്ഞാൽ റിയൽ മണി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. സിമ്പിളാണ്. ഓക്കെ, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രൈസ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ ഇനി നമുക്ക് സ്ട്രൈക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര പോയിന്റ് സ്റ്റോപ്പ് ലോസ്, എത്ര പോയിന്റ് ടാർഗറ്റ്, അതുപോലെ തന്നെ എപ്പോഴും ആ ഒരു രീതിക്ക് തന്നെയാണ് സ്ട്രൈക്ക് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ലെവൽ മാർക്കിങ്, അതും എപ്പോഴും ഒരേ രീതിക്ക് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക.
അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. ചെറിയ ചെറിയ സംശയമൊക്കെ ആണെങ്കിൽ അപ്പോൾ ക്ലിയർ ആയി പോവാം. ഓക്കെ, അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.